കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുകയാണ്. കെ സുധാകരൻ, KPCCയുടെ മുൻ പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് BD ബീഹാർ പോസ്റ്റർ ഒഴിവാക്കേണ്ടതായിരുന്നു. ആ വാർത്ത രാവിലെ വന്നതാണ്. KPCCക്കെതിരെ, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ അതിശക്തമായ ഒരു വിമർശനവുമായി ബീഹാറിൽ അവിടുത്തെ ഈ മഹാസഖ്യത്തെ നയിക്കുന്ന RJDയുടെ നേതാവ് തേജസ്വി യാദവ് രാവിലെ വന്നിരുന്നു. വളരെ ബീഹാറിനെ അപമാനിക്കും വിധത്തിലേക്ക് കോൺഗ്രസ് പെരുമാറുന്നു എന്ന നിലയിലുള്ള വിമർശനമാണ് വന്നിട്ടുള്ളത്. അത് KPCCയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് സന്തോഷിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേക്കുറിച്ച് കെ സുധാകരൻ പറഞ്ഞു നോക്കാം. അദ്ദേഹം പറഞ്ഞത് ആ പോസ്റ്റ് ഒഴിവാക്കേണ്ടതായിരുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ വലിയ നാണക്കേട്, അതുപോലെ പ്രതിപക്ഷ സഖ്യത്തിലെ ഘടകകക്ഷികൾക്ക് കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെടും വിധത്തിലുള്ള ഒരു ഗുരുതര രാഷ്ട്രീയ പിഴവും പിശകുമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ബീഹാറിനെയും അവിടുത്തെ മഹാസഖ്യത്തെയും RJDയും ഒക്കെ ആക്ഷേപിക്കും വിധത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് അതിൽ സംഭവിക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് പറഞ്ഞത് ആ പോസ്റ്റിൽ ജാഗ്രത കുറവുണ്ടായി. KPCC സോഷ്യൽ മീഡിയ ചുമതലയിൽ നിന്നും മാറാൻ VT ബൽറാം സന്നദ്ധത അറിയിച്ചു. KPCC സോഷ്യൽ മീഡിയ പുനഃസംഘടിപ്പിക്കും എന്നതുപോലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നു. സന്തോഷ് ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, ഏതൊക്കെ തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് തെറ്റ് സമ്മതിക്കേണ്ടി വന്നിട്ടുള്ളത്? ബൽറാം ഒഴിയാനോ അല്ലെങ്കിൽ ബൽറാമിനെ മാറ്റാനോ നീക്കം നടക്കുന്നുണ്ടോ? പുനഃസംഘടിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക്, സോഷ്യൽ മീഡിയ ടീമിനെ പുനഃസംഘടിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് KPCC നേതൃത്വം എത്തപ്പെട്ടിരിക്കുന്നു. കെ സുധാകരൻ്റെ വിമർശനം എങ്ങനെയൊക്കെ? നിരവധി കാര്യങ്ങളുണ്ട്. ശരത്ത്, ഈ ബീഹാർ BD പരാമർശവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്ന് രണ്ട് പ്രധാന പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഒന്ന് മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരനും മറ്റൊന്ന് KPCCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെയുമാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപായി KPCC മുൻ പ്രസിഡന്റായ കെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം അത് പ്രതിപക്ഷ നേതാവിനെതിരെ ഉള്ളതാണ്. VD സതീശനെതിരെ രൂക്ഷമായ ഒരു പ്രതികരണം ഇന്ന് KPCC അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ എല്ലാം തന്നെയും നമുക്ക് അറിയാവുന്നതാണ്. ഈ VD സതീശനും സുധാകരനും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ അറിയുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും VD സതീശനെ സുധാകരൻ വിമർശിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നിൽ VD സതീശൻ പങ്കെടുത്തത് ശരിയായില്ല, ഞാനായിരുന്നെങ്കിൽ ആ വിരുന്നിൽ പങ്കെടുക്കുമായിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനമാണ് VD സതീശനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കുന്നംകുളത്തെ പോലീസ് മർദ്ദനവുമായി എല്ലാം ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിക്കൊണ്ടാണ് VD സതീശനെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുകയും ഞാനായിരുന്നു പ്രതിപക്ഷ നേതാവെങ്കിൽ ആ വിരുന്നിൽ പങ്കെടുക്കില്ലായിരുന്നു എന്നുള്ള ഒരു പ്രതികരണം സുധാകരന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. തീർച്ചയായും ഇത് സുധാകരനും VD സതീശനും തമ്മിൽ നിലനിൽക്കുന്ന ഉൾപോര് അത് തുറന്നു കാട്ടുന്ന വിധത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു സുധാകരന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. മറ്റൊന്ന്, ശരത്ത് പറഞ്ഞതുപോലെ ഈ BD ബീഹാർ പരാമർശവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ KPCC അധ്യക്ഷന്റെ പ്രതികരണം, സണ്ണി ജോസഫ് നടത്തിയിട്ടുള്ള പ്രതികരണം ഇത് തെറ്റായി പോയി. അത് ആ ഒരു പോസ്റ്റ് അത്തരത്തിൽ സോഷ്യൽ മീഡിയ KPCCയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പ്രത്യക്ഷപ്പെട്ടത് അത് ശരിയായില്ല, അത് അപക്വമായി പോയി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ചുമതലയുള്ളത് VT ബൽറാമാണ്. VT ബൽറാം തന്നെ തെറ്റ് സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയുടെ ചുമതലയിൽ നിന്നും മാറി നിൽക്കാൻ VT ബൽറാം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ KPCC അധ്യക്ഷൻ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഈ KPCC സോഷ്യൽ മീഡിയ ഈ ബൽറാം മാറാൻ സന്നദ്ധത അറിയിച്ചത് കൊണ്ട് തന്നെ KPCC സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കും എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ സമാനമായ പ്രതികരണം തന്നെയാണ് കെ സുധാകരന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഒരു തെറ്റായ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വന്നത്, ഒരു തരത്തിലും ഈ സമയത്ത് വരാൻ പാടില്ലാത്തതാണ്. അത് അക്കാര്യത്തിൽ KPCC അധ്യക്ഷന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ പോസ്റ്റ് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ പോസ്റ്റ് ശരിയായില്ല എന്നുള്ള നിലപാട് കെ സുധാകരനും പറഞ്ഞിട്ടുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ അവിടെ വലിയൊരു പ്രതീക്ഷയോടുകൂടി ഇന്ത്യ സഖ്യം തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ BJPയെ അവിടെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ പോലും ആ സാധ്യത പ്രവചിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മറ്റ് പല വിഷയങ്ങളിലും എന്നതുപോലെ തന്നെ ദേശീയ നിലപാടിൽ നിന്നും വിരുദ്ധമായി അല്ലെങ്കിൽ ദേശീയ
തലത്തിൽ ഉണ്ടാകുന്ന പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി കേരളത്തിലെ KPCCയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും മുൻപും ഉണ്ടായി. ദേശീയ തലത്തിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും പ്രതിസന്ധിയിലാകുന്ന അവസരങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ, നിർണായക ഘട്ടത്തിൽ ബീഹാറിനെതിരായ ഒരു പോസ്റ്റ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അത് BJP തിരഞ്ഞെടുപ്പ് ആയുധമായി ഉപയോഗിക്കുകയും ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ വലിയ വികാരമുണ്ടാക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. BDAയും ബീഹാറിനെയും ഒരുപോലെ സമമാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ആ പോസ്റ്റാണ് ഇപ്പോൾ ബീഹാറിലെ വലിയ തിരഞ്ഞെടുപ്പ് വിഷയം. അത് ദേശീയ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും BJP എല്ലാം അനുകൂലിക്കുന്ന ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നു. ആ ഘട്ടത്തിൽ KPCC ഇപ്പോൾ ഇത് തള്ളിപ്പറയാൻ സന്നദ്ധമായിരിക്കുന്നു. മാത്രമല്ല, ഹൈക്കമാൻഡിൽ നിന്നും ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം KPCCക്ക് വന്നിട്ടുണ്ട്. ഇതിന് ചുമതലയുള്ളവർക്കെതിരെ നടപടിയെടുക്കണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരത്, റൈറ്റ്. വളരെ 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 ഗുരുതരമായൊരു രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ഇന്ത്യ മുന്നണി സഖ്യത്തിനും ഇങ്ങ് തെക്കേ അറ്റത്ത് കേരളത്തിൽ ഇന്ദിരാഭവനിലിരുന്ന് VT ബൽറാമിൻ്റെ നേതൃത്വത്തിലുള്ള KPCC സോഷ്യൽ മീഡിയ സംഘം ചെയ്തു വെച്ചത്. ഒരു വലിയ രാഷ്ട്രീയ ചതി, വഞ്ചന അവരുടെ ദേശീയ നേതൃത്വത്തിന് തന്നെ സമ്മാനിക്കുന്നു. ദിവസങ്ങളോളം, ആഴ്ചകളോളം നീണ്ട രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒന്നിച്ചു നടത്തിയ ബീഹാർ റാലി അവിടുത്തെ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഏറ്റവും മികവാർന്ന, അത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി നയിച്ചു. പക്ഷേ അതിനെ ഏറ്റവും മികവോടെ മുന്നോട്ട് കൊണ്ടുപോയത് RJDയുടെ സംഘടനാ സ്വാധീനം തന്നെയായിരുന്നു. തേജസ്വി ആ റാലിയുടെ ഏറ്റവും വലിയ തേജസ്സായിരുന്നു. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ പാർട്ടികളുടെ വലിയ സ്വാധീനം, CPIM, CPI, CPIML എന്നീ പാർട്ടികളെല്ലാം ചേർന്ന് നടത്തിയ ബീഹാറിൽ BJPയെ തറപറ്റിക്കാൻ, നിതീഷിനെ തറപറ്റിക്കാൻ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ഇങ്ങേ അറ്റത്തിരുന്ന് ഇന്ദിരാഭവനിൽ ഇരുന്ന് ഒരു പോസ്റ്റ് ഉണ്ടാക്കുകയാണ് KPCCയുടെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്. അതിൽ പറയുന്ന ഇങ്ങനെയാണ്: BDs and Bihar start with B cannot be considered a sin anymore എന്ന് പറഞ്ഞ് BDയെയും ബീഹാറിനെയും ഒരുപോലെ കമ്പയർ ചെയ്തപ്പോൾ GST ടാക്സ് സ്ലാബിൽ വന്നിട്ടുള്ള പുതിയ ഈ മാറ്റങ്ങളെ പരാമർശിക്കാൻ വേണ്ടി കാട്ടിയ ഈ രാഷ്ട്രീയ സാഹസം അത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെ തന്നെ വലിയ വെട്ടിലാക്കുന്ന വിധത്തിൽ മാറുകയായിരുന്നു. അതിനോട് തേജസ്വി യാദവ് എന്ന ബീഹാറിലെ മഹാസഖ്യത്തെ നയിക്കുന്നത് RJDയാണ്, കോൺഗ്രസ് അല്ല. RJDയുടെ നേതാവ് ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ അതേക്കുറിച്ച് തേജസ്വി യാദവ് പറഞ്ഞത്, ഇത് വളരെ ഗൗരവമായ സാഹചര്യമാണ്, അങ്ങേയറ്റം ഒരു തരത്തിൽ ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയി, അതുകൊണ്ട് തന്നെ മാപ്പ് പറയണം, അപ്പോളജി മസ്റ്റ് ബി ഇഷ്യൂഡ് എന്ന് പറയുന്ന നിലയിലേക്കൊരു നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവിട്ടത് KPCCയുടെ സോഷ്യൽ മീഡിയ ടീമാണ്. അതുകൊണ്ടാണ് VT ബൽറാം ഒഴിയാൻ സന്നദ്ധത അറിയിച്ചു എന്നാണ് വാർത്ത. അതേസമയം ഒഴിപ്പിക്കുന്നതാണോ, ഒഴിയാൻ ആവശ്യപ്പെടുന്നതാണോ എന്നത് മറ്റൊരു പ്രശ്നമുണ്ട്. അതൊരു രാഷ്ട്രീയ പ്രശ്നമായി അത് നിൽക്കുകയാണത്. ഇപ്പോൾ പുനഃസംഘടിപ്പിക്കും ആ സോഷ്യൽ മീഡിയ ടീമിനെ എന്ന് പറയുന്ന നില കൂടി വരികയാണ്. ഇവിടെ സന്തോഷാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്.